അസ്സലാമു അലൈക്കും മക്കളെ, നമ്മളെ പുതിയ വീഡിയോകൾക്കും സ്വാഗതം. മാഷാഅല്ലാഹ്. അപ്പൊ ടൈം എത്ര പാതോ? 3:37. ചെറുതാ ടൈം ചെറുത്. നമ്മളൊരു ബൈക്ക് ഇറങ്ങണ ട്രിപ്പ് പോട്ടോ. എവിടുക്കാണെന്നുള്ളത് ഇൻഷാല്ലാ ഞങ്ങൾ പോകുമ്പോൾ പറഞ്ഞുതരാം. എവിടുക്കാന്നില്ല ട്രെയിൻ എവിടുക്കാന്നില്ല ആ ട്രിപ്പാണ് അല്ലേ അതോ ഷൂട് കേട്ടോ തീറ്റാന്ന് പറഞ്ഞിട്ട്. ഓക്കെയാണോ? അതോ ഇന്ന് അവിടേക്ക് പോവാണല്ലേ? എന്നാ വരിക? സഫ ദുബായി പോണു ഗൈസ്. ദുബായി പോകാറുണ്ട്. അത് കുഴപ്പമില്ല, അതൊക്കെ ദുബായി പോക്ക് ഇങ്ങനെ ആകും നാട് കടത്ത്. ഏതാ ഷൂ? നമ്മളന്ന് തിരുവനന്തപുരത്ത് മേടിച്ചല്ലേ? അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇറങ്ങാണ് ഗൈസ്. ഓക്കെ, വി ആർ കമ്മിങ്. ഓക്കെ ഓക്കെ. പൂച്ചയുടെ കണ്ണ് മക്കളെ നമ്മൾ ഷൊർണൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കണത്. അപ്പോൾ നമ്മൾ അടാറ് ട്രിപ്പ് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് എങ്ങോട്ടാണെങ്കിലും എന്തിനാണ് പറയാം. എന്തായാലും ഓൺ ദ വേ ടൗൺ സമയം ഉണ്ടാവുമ്പോൾ കുടിക്കാം. ചായ ഉണ്ടാവും, നല്ല പട്ടി ചായ കുടിക്കാൻ മക്കള്. അപ്പോൾ എന്തായാലും മാഷാ അല്ലാഹ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. ഇനി അവിടേക്ക് കേട്ടില്ല, അവിടുത്തെ പരിപാടിയും കാര്യമൊക്കെയാണ്. എന്താ കേരളത്തിൽ ഇന്ത്യയിലെന്നൊക്കെ സംശയം ആണോ? മാഷാ അല്ലാഹ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കട്ടെ. മക്കളെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനത്തിൽ കേട്ടോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ കമ്മിയൊക്കെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്താ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ക്ലിയർ കമ്മിയുണ്ടോ? അത് നമ്മുടെ ട്രെയിനൊക്കെ കാണുന്നത്. നമ്മുടെ ട്രെയിന് ഇങ്ങോട്ടും കൊണ്ടുപോകണ്ട. ചായ കുടിക്കാണ്ട് കൊണ്ടുപോകണം നോക്ക്. ഇല്ലല്ലോ, ഞാൻ കട്ടിയില്ല ഇതിലെ ഉടന്റെ സ്വഭാവം എല്ലാവർക്കും വരട്ടെ. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇതാ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് മക്കളെ. വീണ്ടും ഇറങ്ങിയിട്ട് വീണ്ടും ഇറങ്ങിയിട്ട് നേരെ ഓട്ടോറിക്ഷ കയറി കേട്ടോ. ഓട്ടോറിക്ഷ നേരെ ഇവിടെ വെച്ചാൽ KSRTC ബസ് സ്റ്റാൻഡിലേക്ക്. പിന്നെ അവിടെ പോയിട്ടുള്ള ബാക്കി പരിപാടികളെന്താണ് നോക്കാം. എന്തൊരു നാട് എറണാകുളം. നമ്മൾ എങ്ങോട്ടാ പരിപാടി എന്ന് വെച്ചാൽ ജിൽഷാനെ കൊല്ലാൻ പോകും കേട്ടോ. അത് എന്തിനാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോറിക്ഷയിലാണ്. അപ്പോൾ എയർപോർട്ടൊക്കെ എത്തി ഗൈസ്. എന്നിട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി വേറെ നിൽക്കുകയാണ്. അങ്കമാലിയിൽ നിന്ന് ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് എയർപോർട്ടിൽ കയറാണ്. സത്യം പറയുമല്ലോ ആദ്യം കേട്ടോ എയർപോർട്ടിൽ ഓട്ടോറിക്ഷയിൽ വരുന്നത്. പക്ഷെ ഒരു വൈബാണ് എന്തായാലും. പാതോ കുറെ കാറും വണ്ടി പോയി ഉണ്ടായിട്ട് എന്താ കാര്യം? ഇങ്ങോട്ട് വരുമ്പോ നമ്മള് കാറില്ല, കര വേറെ. സത്യം ഞങ്ങൾ നടന്നു തരണം ബസ് വിചാരിച്ച്. എന്താ തുറന്നു വരുമോ? അങ്ങനെ മാഷാ അല്ലാഹ് അതാണ് എയർപോർട്ട്, നമ്മളെ കൊച്ചി എയർപോർട്ട്. അപ്പോൾ എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജിൽഷാദ് വരുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടില്ല ടോനോട്. ജിൽഷാന് സർപ്രൈസ് കൊടുക്കുകയാണ്. അവൻ 10 മണിക്കാണ് ഇറങ്ങാന്നൊക്കെ നമ്മളെല്ലാം തമാശയിൽ ചോദിച്ചു. അവനറിയാതെ രാവിലെ ഞങ്ങൾ അതിൽ 3:30 ഇറങ്ങിയതാണ്. പക്ഷെ അതുകൊണ്ട് പറഞ്ഞിട്ടില്ല. ഒരു സർപ്രൈസ് കൊടുക്കല്ലേ, അവൻ കാണുമ്പോൾ എന്തുണ്ടാവും. അല്ല അവൻ നമ്മളുണ്ടാതെ പോവോ? ഇവിടെ തന്നെ ഇറങ്ങാൻ ഉറപ്പല്ലേ? അവിടെ ഇവിടെ ഇറങ്ങാനുണ്ട് സർപ്രൈസ്. വെച്ചേ ഒരു പൊക്ക മേടിക്കാൻ കേട്ടോ. പൊക്കാന്ന് ചോദിച്ചാൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സർപ്രൈസാണ്. ഒരു സർപ്രൈസാണ്. അങ്ങനെ മാഷാ അല്ലാഹ് നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറാൻ പോകുന്നു ഗൈസ്.
കാലങ്ങളെ എയർപോർട്ടിൽ എത്തി. എയർപോർട്ടിൽ വന്നപ്പോൾ എന്തെങ്കിലും വെച്ചിട്ടാ ഞങ്ങളൊരു എന്താ പേര് തരാ അതും മേടിച്ചു, ഫ്രൂട്ടി മേടിച്ചിട്ടോ. അങ്ങനെ മേടിച്ചെടുക്കുമ്പോൾ എന്തായാലും വിശക്ക് കേട്ടോ. അപ്പോൾ ചിക്കൻ റോള് കൂടി ഞാൻ പറഞ്ഞോ, ചിക്കൻ റോളിന് മോനെ ഇവിടെ 100 റുപ്യ ബില്ല്. അപ്പോൾ 190 റുപ്യ ബില്ല്. അപ്പോൾ എന്താ മേടിച്ച് ആകെ 3 ചിക്കൻ റോൾ മേടിച്ച് 190 രൂപ. അപ്പോൾ കുറച്ച് ഇതിന് 135 എത്ര ഒരു ബോട്ടിൽ ബാഗ് ഇട്ടോ, അതായത് ഹോട്ട് വാട്ടർ വെച്ചിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് മതി പറയുമ്പോൾ എന്താ 200. അവിടെ ചെറുക്കാത്ത സ്റ്റാഫ് വെച്ചിരിക്കുന്നത് ആടെ കെട്ടു. അതുകൊണ്ട് റേറ്റിൽ നിന്നൊന്നും മേടിക്കാൻ നമുക്ക് ഇഷ്ടം. ഇതിന് വെറുതെ പുറത്തുനിന്ന് കഴിക്കാമല്ലോ. 200 റുപ്യക്ക് എന്തൊക്കെ കിട്ടും? നല്ല ബീഫും പൊറാട്ടി ചായയും ചോറൊക്കെ കിട്ടുന്നല്ലേ കേസ്. അങ്ങനെ പിന്നെ ഓനും വെയിറ്റ് ചെയ്യാൻ 2 അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എങ്ങനെ അറിഞ്ഞോളൂ വന്നിക്കുന്നു ഇങ്ങോട്ട് എത്തിയാണ്ട് വിളിച്ചു. ഓനെ എങ്ങനെ അറിഞ്ഞോളൂ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് എങ്ങനെയായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർപ്രൈസ് പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവനെ വെയിറ്റ് ചെയ്യട്ടെ ഗൈസ്. പറ്റില്ല കേട്ടോ, അതുവാണെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു, അതുവാണെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു. അത് പെട്ടിട്ടില്ല. എന്നെ കാണാനല്ല, ദിൽഷാന്റെ തല കണ്ടേനെ അവിടുന്ന് ആ മിന്നായം പോലെ. 4 മണിക്കൂർ അത് ഉറങ്ങാതെ ഒരു പടം കണ്ട് തീർത്ത് മഞ്ഞുബൽ ബോയ്സ്. ഇതാ വരുന്നു, ഇതാ വരുന്നു മച്ചാനെ. ഇത് മറ്റേ മച്ചാനല്ലടാ, മച്ചാനെ നമ്മളെ പാട്ട് പറഞ്ഞ മച്ചാൻ. അല്ലേ ആ വിളിച്ച് പോയിക്കാണ്ട് പിന്നാലെ വരും. ഒന്നും കട്ടാക്കൂല, അത് പേടിക്കണ്ട. അതാ ആൾക്കാർ വെറുതെ വീഴുന്നുണ്ടോ? എല്ലാ സുജായികളും ഇറങ്ങിയിട്ടും എങ്ങനെ കാണുന്നില്ല. നല്ല ഓന് വരുമ്പോ ഓളെ കണ്ടില്ല, ജിൻസിനെ കണ്ടില്ല. ഓരൊക്കെ പറഞ്ഞു വെച്ചു അറിയില്ല. ഇതാ വരുന്നേ മരണിതാ വരുന്നേ, അനുമോനും തൃപ്പും കഴിഞ്ഞ് എന്താ വരാത്ത്? നേരത്തെ പൃഥ്വിരാജ് ഒന്ന് പോയല്ലോ, ഓനക്കില്ലല്ലോ ഇത്ര വെയിറ്റിങ്. ഇതെനിക്ക് ഇത്ര വെയിറ്റിങ് എന്താ? കാത്തിരുന്നു കാത്തിരുന്നു പുഴമേലിണ്ട്. ഇത്ര മക്കളെ ഇതാ വരുന്നു, കടന്നു വരുന്നു, കടന്നു വരുന്നു. ഇതാ കിടക്കാത്ത ചക്കരെത്തി ഗൈസ്, ചക്കരെത്തി. അവിടെ എത്ര ദിവസം പോയിട്ട്? 6 ദിവസമോ? ഒരാഴ്ചയില്ലേ? അതെ. എന്താണ് സുഖം? അലൈക്കുസ്സലാം. സുഖം. നിങ്ങളെ വിശേഷം? ഡൽഹിയിലൊക്കെ പോയിട്ട് അടിച്ചു പൊളിച്ചില്ലേ? താജ്മഹലൊക്കെ സെറ്റ് ആയില്ലേ? താജ്മഹൽ സെറ്റല്ലേ? ഇതെല്ലാം അടിപൊളി. ഇനി വാ, ഇനി നാട്ടില് മഴയൊക്കെ പെയ്തായിരുന്നോ? നാട്ടില് അടിപൊളി മഴ. എന്തായാലും ഓക്കെ, നമുക്ക് ബാക്കി അവിടെ നിന്ന് കാണാം. ഓക്കെ. അങ്ങനെ മക്കളെ തിരിച്ചെത്തുന്നുണ്ട്. ദിശ പൊളിയല്ലേ? എങ്ങനെ ട്രിപ്പും കാര്യങ്ങളൊക്കെ? അടിപൊളി, ഒരു രക്ഷയില്ല. എന്തായാലും നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരുപാട് അങ്ങോട്ട് ചെറുപറയാൻ ഓടി നടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും താജ്മഹൽ, അങ്ങനെ എന്താ പറയാ, ഇന്ത്യ ഗേറ്റ്, അങ്ങനെ ഒക്കെ കണ്ടു. എന്താണ് കിട്ടിയില്ലേ? വണ്ടർ കിട്ടിയില്ലേ? തീർന്നു. അവിടെ വണ്ടർ. നാളെ പ്രത്യേക ദിവസം കേട്ടോ. അതാണ് പോലെ എയർപോർട്ടിൽ നമ്മൾ കൊണ്ടുതന്നെ വന്നിക്കുന്നത്. സത്യം പറഞ്ഞു പാതോ ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കാന്ന് ചോദിച്ചാൽ, പക്ഷെ ഞങ്ങൾ പാടെ കുരിപ്പോൾ അറിഞ്ഞു നിങ്ങൾ പുറത്ത് അവിടെ നിൽക്കണം ചോദിച്ചേ. ഒരാള് ലൈവ് ഒക്കെ കിട്ടുക ഇൻസ്റ്റയില്. കേട്ടോ സമയം ഉണ്ടാതെ പറഞ്ഞു ചോദിച്ചാണ് എനിക്ക് ഇപ്പോഴും ഓടിയത്. ഇപ്പൊ ജിൽഷ വിളിച്ചിട്ട് നിങ്ങൾ പുറത്തേടെ നിക്കണത്.
ഞാൻ അത്ഭുതം ഞങ്ങളുടെ വീട്ടിലെ ഉറക്കത്തിൽ പോലെ അഭിനയിച്ചു. എന്ത് ചെയ്യാനാ, ലൈവ് ഇട്ട് ഞാനെന്നെ പൊട്ടനായി. അപ്പൊ അതോ ഇജ്ജ് പണ്ടാണ് ലൈവ് ഇട്ടത്, പൊളിഞ്ഞു. അപ്പൊ നാളത്തെ പ്രത്യേക ദിവസമാണ്. അപ്പൊ വീഡിയോ ഫുള്ള് കണ്ടു ഞങ്ങൾക്ക് നാളത്തെ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാവും അല്ലേ അതോ? അപ്പൊ ഇൻഷാല്ലാ നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.